ഹായ്, ബ്ലൂ വാലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയാലോ? അതെ, കൊല്ലത്തുള്ള ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടം, ആരാരും അറിയപ്പെടാത്ത ഒരു കുഞ്ഞൊരു വെള്ളച്ചാട്ടം. അപ്പോഴിത് ഈ വെള്ളച്ചാട്ടത്തിൽ വരണമെങ്കിൽ നമ്മൾ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വരിക. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു വഴി കാണുക. ഇങ്ങനെ ഒരു വഴി റെയിൽവേ സ്റ്റേഷൻ്റെ വലതുവശത്തായിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ വലതുവശത്തായിട്ട് ഇങ്ങനെ ഒരു വഴി കാണാം. ആ വഴി ഇറങ്ങിപ്പോയാൽ ആ വെള്ളച്ചാട്ടത്തിലെത്താം. കൊല്ലം ജില്ലയിൽ ഒരു കുറ്റാലം വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ബാ, കാണിച്ചു തരാം. ഇവിടെയൊക്കെ ആന അറിയുമല്ലേ? ഇത്രയും വീട് ഇരുന്നിട്ട് പോലും ആ വീട്ടിന്റെ മുറ്റത്ത് പോയി ഇതൊക്കെ ആ കഴ വസ്തുവല്ലേ? വേറെ കൃഷികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ മൃഗങ്ങളുടെ ശല്യം, പന്നിയുടെ പന്നി ശല്യം. ദാണ്ടേക്ക പന്നി കുത്തിയിളക്കിയത്. ഇവിടെയൊക്കെ ആനയൊക്കെ എപ്പോഴും വരുമെന്നാണ് പറയുന്നത് കേട്ടോ. എന്ത് തണുപ്പ് നിറഞ്ഞ വെള്ളത്തിൽ. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ ആദ്യം കാണുന്ന ഒരു തോടാണ് കേട്ടോ. ഇതിന് 2 പ്രാവശ്യം മുറിച്ച് കിടക്കണം. പ്രാവശ്യം നിൽക്കി നമുക്ക് വഴി മാറിപ്പോവാം. ചേട്ടാ, വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്തിനാണ്? കുറ്റാലം എന്നാണ് പേര് കേട്ടോ. തമിഴ്നാട്ടിലെ കുറ്റാലം ഇല്ല, കൊല്ലം ജില്ലയിലുള്ള ഇവിടുത്തെ ആൾക്കാർ വിളിക്കുന്നത് ഒരു കുറ്റാലം. മഴയായപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ കയറി നിന്നാൽ അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ് എന്നെ ഈ വെള്ളച്ചാട്ടം കൊണ്ട് കാണിച്ചു തന്നത്. ചേട്ടൻ്റെ സ്ഥലം ചേർന്നാണ് കേട്ടോ. ഇത് ഫോറസ്റ്റ് ഡിവിഷൻ പെടുന്നതാണെങ്കിലും മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കാണാം, ചെറിയ തോട് കാണാം. അതുപോലെ ഓക്കെ. പണ്ടത്തെ ഒരു ഫോറസ്റ്റ്, എന്താണ് ഫോറസ്റ്റ് ക്വാർട്ടേഴ്സാണ് കേട്ടോ ഇത്. ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ് ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയി. ഇവിടെയൊക്കെ എപ്പോഴും ആന വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിന് അവിടെ അടുത്താണ് ചേട്ടൻ്റെ സ്ഥലമൊക്കെ ഉള്ളത്. അതുകൊണ്ട് വേറെ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. ഇതാണ് കേട്ടോ ആ വെള്ളച്ചാട്ടം. ഞങ്ങളെല്ലാം പണ്ട് കുളിക്കാനും എല്ലാം സ്ത്രീകളും കുട്ടികളും എല്ലാം. നല്ലൊരു വെള്ളച്ചാട്ടമല്ലേ? ഇതിൻ്റെ മുകളിൽ പോകത്തുണ്ടോ? ഇതിൻ്റെ മുകളിൽ പോകത്തുണ്ടോ? ഞാൻ കുറച്ചുകൂടെ അടുത്ത് പോയി കാണിച്ചതേ. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടിട്ടേക്കുന്നു കേട്ടോ. വരുന്നവർ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ട് വരാതിരിക്കുക. ചെറിയൊരു മഴയുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം. മുകളിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ ആനയൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഇപ്പോഴാ ചേട്ടൻ പറയുന്നത് മറ്റ് കുഴപ്പങ്ങളില്ല. അങ്ങനെ കുറച്ചൊക്കെ പോയി കാണാൻ. പണ്ട് കാലത്ത് ഇവരൊക്കെ ഇവിടെ വന്നായിരുന്നു കേട്ടോ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. കുടുംബസമേതം കുളിക്കാനും കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്നൊരു സ്ഥലമായിരുന്നു. പിന്നെ ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലായി, അതിനെ ഒക്കാതെയായി. മഴയാണ് കേട്ടോ, അതുകൊണ്ട് റെയിൻകോട്ട് ഇട്ടേക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ മോൾ ഭാഗം. ചെറിയൊരു വെള്ളച്ചാട്ടം.
പിന്നെ ഇരുള് നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. തട്ടായിട്ട് ഇതൊക്കെ വന ഏരിയയാണ് കേട്ടോ, വന ഏരിയ. എന്തായാലും കുറച്ചുകൂടെ കയറിപ്പോയി നോക്കാം. എന്ത് ഭംഗിയല്ലേ കാണാൻ. അങ്ങ് പോയിട്ടില്ല കേട്ടോ, വനത്തെ ഇടയിലോട്ട് അങ്ങോട്ട് പോകില്ല. തിരിച്ചിറങ്ങാം. ഞാൻ പറയുന്നതൊക്കെ വെച്ചോട് കേൾക്കത്തുണ്ടെന്ന് അറിയില്ല, എന്നാലും നമുക്ക് തിരിച്ചിറങ്ങാം. ആ ചേട്ടൻ പറയുന്നത് ഉരുൾ പൊട്ടാൻ സാധ്യതയുള്ള പ്രദേശം എന്നാണ്. എപ്പോഴും ഉരുൾ പൊട്ടി വെള്ളം വരുന്ന സ്ഥലമാണ്. അതിഭയങ്കരമായ ഉരുൾപൊട്ടല്ല, ചെറിയ രീതിയിലേക്ക് ഉരുൾപൊട്ടും. അതുകൊണ്ട് ഒരുപാട് ദൂരം പോകേണ്ടതാണ്. ഞാൻ കുറേ കാര്യം പോയി. ആ നല്ല ഓ ഞാൻ അപ്പുറത്താ ചേട്ടൻ്റെ വീട്. പൈപ്പിട്ട് വെള്ളം എടുത്തു കുടിക്കാനൊക്കെ എടുക്കും. ഇവരൊക്കെ കുടിക്കാനോ വെള്ളം എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ മുകളിൽ ഓസിട്ട് അത് വീട്ടിൽ കണക്ട് ചെയ്താണ് വെള്ളം കുടിക്കാനും കുളിക്കാനും കന്നുകാലിയെ കുളിപ്പിക്കാനും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നിന്നിറങ്ങി അശുദ്ധിയാക്കാതിരിക്കുക, വൃത്തികേടാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് കൊണ്ടിടാതിരിക്കുക. ചേട്ടൻ്റെ പേരെന്താണ് കേട്ടോ? ചേട്ടൻ്റെ പേരെന്താണ്? എന്താ? ആ സലീം. ഓ ഈ ചേട്ടൻ്റെ പേര് സലീം എന്നാണ് കേട്ടോ. ആ ഇതാണ് കേട്ടോ കൊല്ലത്തെ കുറ്റാലം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ആർക്ക് വിളിക്കുന്നൊരു പേരാണ് കുറ്റാലം. തമിഴ്നാട്ടിലെ കുറ്റാലമല്ല, കൊല്ലത്തെ കുറ്റാലം. ആ അത് ഞാൻ കണ്ടില്ല. ഇതാണ് SS കുറ്റാലം. അപ്പോഴേ ഇവിടുത്തെ ഈ വീഡിയോ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്തു.